CMC-യുമായി ബന്ധപ്പെട്ട് യൂണിറ്റിലെ കമ്പനിയുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പലവിധ ചർച്ച നടക്കുന്നുണ്ട്. എന്താണ് അതിൽ ലീഗിന്റെ? അല്ല, ലീഗിന്റെ അല്ല, UDF-ന്റെ തന്നെ പറയാം. പിന്നെ രണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ റിപ്പോർട്ട് വെറുതെയാണ്. കാരണം ഇന്നലെ UDF-ല് PMC സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്നലെ അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റ് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF-ഉം പറയും, അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായമേ ഉള്ളൂ. ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതി അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിന്റെ പ്രയാസങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ് എന്നുള്ളത്. നിയമസഭയിൽ തന്നെ അവർ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടാതാവും, അപ്പം ഞങ്ങൾ ഒപ്പിട്ടതാണ്. എന്നാൽ അതിന്റെ പറഞ്ഞ അർത്ഥം എന്താ? ഫണ്ട് കിട്ടാതാവുന്നത് കൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടതാണ്. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഇനി ഇന്ന് എങ്ങനെയാന്ന് സബ് കമ്മിറ്റി പറയണം. അതല്ല, കേരളത്തില് അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ വല്ല മാർഗം ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു നിലക്കും അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണമെന്ന് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, പറയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റൊരു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. അത് UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരി. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ പറയുന്ന ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. ഈ സ്കീമിൽ നിന്ന് പിന്മാറാമെന്നുള്ളതാണല്ലോ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വാർത്തക്കുള്ള മറുപടിയായി. ഇനി ഞങ്ങളെ സബ് കമ്മിറ്റി വന്നതിന് ശേഷം ഗവൺമെന്റ് അത് ആലോചിച്ച് ഫൈനൽ എന്താണ് എന്ന് പറയും. അതായിരിക്കും നിലപാട്. PMC-യിൽ നിന്ന് പിന്മാറാമെന്നുള്ളതാണല്ലോ മന്ത്രിയുടെ മറുപടി രാജ്യസഭയില്. ഇന്നലെ കൺവീനറോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അത് കൊടുത്തു എന്നുള്ളത്. അല്ല, കൺവീനർ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളത് കൊടുത്താൽ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ സ്വീകരിച്ചല്ലോ. എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട് വേറെ കൊടുക്കാനുള്ള രാജ്യസഭയിൽ ലീഗ് എംപിയുടെ PMC സ്കീമിൽ നിന്ന് പിന്മാറാമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി നൽകിയ മറുപടി. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916.